ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോ വൈകിട്ട് 3 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് ഷൈനിന്റെ അച്ഛൻ CP ചാക്കോ അറിയിച്ചത്. ഇന്ന് രാവിലെ 10-ന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് നൽകിയത് എങ്കിലും 3 മണിക്ക് ഹാജരാകാം എന്ന് അറിയിക്കുകയായിരുന്നു. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ശ്യാം പ്രസാദ് ഉത്തമൻ, ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിന് സമീപത്ത് നിന്നും ലിഷോയ് നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ശ്യാം പ്രസാദ് ഉത്തമനിലേക്ക്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഇന്ന് 3 മണിക്ക് ഹാജരാകുമെന്നാണല്ലോ അറിയിച്ചിട്ടുള്ളത്. പോലീസ് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല, പക്ഷേ നോട്ടീസ് നൽകി വിളിപ്പിച്ച കാര്യങ്ങൾ ചോദിക്കും എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. വിശദാംശങ്ങൾ എന്താണ്? മോത്തി, കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന്റെ ഭാഗമായിട്ടാണ് ഈ ഷൈൻ ടോം ചാക്കോ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ഭയന്ന് ഓടി ഒളിച്ചത്. ഇതേ തുടർന്നാണ് പോലീസ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടിയിട്ട് ഷൈനിന് നോട്ടീസ് നൽകാൻ തീരുമാനിക്കുകയും ഇന്നലെയോടുകൂടി ഷൈൻ്റെ കുടുംബത്തെത്തി നോട്ടീസ് കൈമാറുകയും ചെയ്തത്. ഷൈൻ്റെ പിതാവ് CP ചാക്കോയാണ് ഈ നോട്ടീസ് ഏറ്റുവാങ്ങിയത്. വൈകിട്ട് 3 മണിയോടുകൂടി മകൻ ഹാജരാകുമെന്നാണ് കുടുംബം പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ 10 മണിക്ക് ഹാജരാകണം എന്ന നിർദ്ദേശമാണ് പോലീസ് നൽകിയ നോട്ടീസിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഷൈനെ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് എറണാകുളം സിറ്റി പോലീസ് ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകമായിട്ട് ചോദ്യാവലികൾ ഉൾപ്പെടെ പോലീസ് സംഘം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഷൈൻ മുമ്പും ഇത്തരത്തിൽ ലഹരി ഇടപാട് കേസുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഈ പശ്ചാത്തലമെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ വിശദമായ രീതിയിൽ തന്നെ പോലീസ് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ ലഹരി ഇടപാടിലടക്കം ഷൈൻ്റെ പേര് പരാമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതൊക്കെ പശ്ചാത്തലമാക്കി തന്നെ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസ് സംഘം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഷൈൻ കൊച്ചിയിൽ താമസിച്ച ഹോട്ടലുകളിലെ വിശദാംശങ്ങൾ ശേഖരിച്ചു. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങൾ, ഏകദേശം 6ഓളം ഹോട്ടലുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസിൻ്റെ പക്കലുണ്ട്. ഈ ഘട്ടത്തിൽ ഷൈനെ കാണാൻ വന്നത് ആരൊക്കെ എന്നുള്ള പട്ടികയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്.